നിങ്ങളുടെ രക്തത്തിന് വേണ്ടിയല്ല കേരളത്തിലെ ജനങ്ങൾ ദാഹിക്കുന്നത്. നിങ്ങളുടെ അനീതിക്കെതിരെ, നിങ്ങളുടെ നിഷ്ക്രിയത്വത്തിനെതിരെ, നിങ്ങളുടെ ലജ്ജയില്ലാത്ത പെരുമാറ്റത്തിനെതിരെ നട്ടലുള്ള പ്രതികരണശേഷിയുള്ള ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ പോലും ഇന്ത്യയിലില്ല എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ധാർഷ്ട്യത്തോട് കൂടിയിട്ട് കേരളത്തിലെ പാവങ്ങളുടെ നെഞ്ചിൽ കുതിര കയറിക്കൊണ്ട് ഈ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത്. ഒന്നുമില്ലാത്തവരാണ് പാവങ്ങൾ, അവർക്ക് ജീവിക്കണ്ടേ? അവരുടെ കുടുംബക്കാർക്കും ഭാര്യയ്ക്കും മകൾക്കും മരുമകനും ബന്ധുക്കൾക്കും പിന്നെ ആർക്കും പരാതിയില്ല കേട്ടോ. കാരണം ഡോക്ടറേറ്റ് ചോദിച്ചാൽ, ചിന്ത ചോദിച്ചാൽ ചിന്തയ്ക്ക് ഡോക്ടറേറ്റ് കൊടുക്കും. ഷാജു ഖാൻ കെമിസ്ട്രി ആലത്തൂരിലെ MP ഡോക്ടറേറ്റ് ചോദിച്ചാൽ ആലത്തൂർ MPക്ക് ഡോക്ടറേറ്റ് കൊടുക്കും. പിന്നെ MP രാജേഷിൻ്റെ ഭാര്യയ്ക്ക് ഉന്നതമായിട്ടുള്ള സർവകലാശാലയിൽ ജോലി കൊടുക്കും. മറ്റേ രാകേഷ്, കണ്ണൂരിലെ രാകേഷിൻ്റെ ഭാര്യയ്ക്കും കൊടുക്കും. പിന്നെ ഏതെല്ലാം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ കുടുംബക്കാർക്ക് വേണമെങ്കിലും ജോലി കിട്ടും. എന്നാൽ തിരുവനന്തപുരത്ത് എൻ്റെയും നിങ്ങളുടെയും സഹോദരിമാർ മുട്ടിലെഴയേണ്ടി വരും. അവർ PSCക്ക് പരീക്ഷ എഴുതും, അവർ റാങ്ക് വാങ്ങും, അവർ അർദ്ധരാത്രി 12 മണി വരെ പഠിച്ച് സർട്ടിഫിക്കറ്റുമായിട്ട് കാത്തിരിക്കും. ഒരാൾക്ക് പോലും പണമില്ലാത്ത, ഒരാൾക്ക് പോലും ജോലി കൊടുക്കാത്ത ഒരു ഗവൺമെൻറ് ആയിട്ട് ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാറിയിരിക്കുകയാണ്. ആശാ വർക്കേഴ്സിനോട് പറയുന്നത് നിങ്ങൾ അവിടെ നിന്ന് എണീറ്റ് പോകണമെന്നാണ്, ഇത് കേന്ദ്രമാണ് ചെയ്യേണ്ടത് എന്നാണ്. എന്നാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വാ തുറന്നൊന്നും മൊഴിയുന്നുണ്ടോ? ശ്രീമാൻ നരേന്ദ്രമോദിയെ കണ്ടല്ലോ, പലതവണ കണ്ടില്ലേ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പലതവണ പോയിട്ട് എന്തേ പൊന്നു തമ്പുരാനെ ഒന്ന് പറഞ്ഞുകൂടെ? ശ്രീമാൻ നരേന്ദ്രമോദി, ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി നിങ്ങൾ ഇത്ര കോടിയല്ലേ തന്നിട്ടുള്ളൂ, ഞാൻ ഇത്ര കോടി ചെലവഴിച്ചില്ലേ, ഇനി ബാക്കി തരാനില്ലേ? ഇത് ചോദിക്കുന്നത് എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? ഒരു പരാതിയുമില്ല, ഒരു പരിദേവനവുമില്ല. കേന്ദ്രം കൊടുക്കുന്നത് മുഴുവൻ സംതൃപ്തനായിട്ട് ഡൽഹിയിൽ നിന്ന് തിരിച്ചു വരികയും മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കുകയും അദ്ദേഹത്തിന് വേദനിക്കുമ്പോൾ ചാമരം വീശാനായിട്ട് നമ്മുടെ VD സതീശേട്ടൻ ഉള്ളത് കൊണ്ട് ഈ ഗവൺമെൻറ്റും പ്രതിപക്ഷവും ഇങ്ങനെ ചക്കിയും ചങ്കരനും കളിച്ചുകൊണ്ട് മുന്നോട്ട് പോകും, അതിന് വെച്ചു പൊറുപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കരിമണൽ കർത്തയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതറ്റം വരെയും മുന്നോട്ട് പോകാൻ ഭാരതീയ ജനതാ പാർട്ടി നടപടികൾ എടുക്കും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുമിച്ച് കണ്ടത്. എൻ്റെ ചോദ്യം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ ആശാ വർക്കേഴ്സ് ഇത്രയും ദിവസം സമരം ചെയ്തിട്ട് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ അരമണിക്കൂർ അവരുമായിട്ട് ഇരിക്കാൻ പറ്റാത്തത്? എന്താണ് മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുന്നത് പോലെ ആശാ വർക്കേഴ്സിൻ്റെ ഇടയിലേക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഇറങ്ങാൻ സാധിക്കാത്തത്? കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കുടുംബം സുഖകരമായി ജീവിക്കുന്നത് പോലെയല്ലെങ്കിലും എൻ്റെ നാട്ടിൽ വിപ്ലവകാരിയാണല്ലോ, 25,000 രൂപ ഞാൻ ശമ്പളം കൊടുക്കുമെന്ന് തീരുമാനിക്കാനും കടം വാങ്ങിയിട്ടുണ്ടല്ലോ PSC മെമ്പർമാർക്ക് വേണ്ടിയിട്ട്. PSC മെമ്പർമാർക്ക് ഗവർണറേക്കാൾ കൂടുതൽ ശമ്പളം കൊടുക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തീരുമാനമെടുത്തില്ലേ? എന്താ PSC മെമ്പർമാരുടെ പണി? ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ഇത്രയും വലിയ സംസ്ഥാനത്ത് ആകെയുള്ളത് ഈ കേരളത്തിലുള്ള PSC മെമ്പർമാരെക്കാളും 1/3 ആളുകളാണ് അല്ലേ? അപ്പം ഇവിടെ ഗവർണർ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം വാങ്ങിക്കൊടുക്കുന്ന PSC മെമ്പർക്കും PSC ചെയർമാനും 3 ലക്ഷത്തിൽ കൂടുതൽ ശമ്പളം ഉണ്ടാക്കുമ്പോൾ, അത് കൊടുക്കുമ്പോൾ നിത്യനിദാന ചെലവിന് പൈസയില്ല എന്ന് പറഞ്ഞുകൊണ്ട് KV തോമസ് മാഷുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായി ചർച്ച ചെയ്തുകൊണ്ട് പണം കടം വാങ്ങിയിട്ട് അത് ചാക്കുകെട്ടിലാക്കി കൊണ്ടുവരുമ്പോൾ അതിൽ നിന്നൊരു തുകയെടുത്തുകൊണ്ട് അടിസ്ഥാന വിഭാഗമായിട്ടുള്ള ആശാ വർക്കേഴ്സിന് കൊടുക്കാൻ എൻ്റെ ഗവൺമെൻറ് തയ്യാറാണ് എന്ന് നിവർന്നു നിന്ന് പറയാനുള്ള തൻ്റെ ഇടം കാണിക്കാത്ത മുഖ്യമന്ത്രിയോടാണ് ചോദ്യം ചോദിക്കേണ്ടത്. കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങൾക്ക് വകതിരിവുള്ള ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കേരളത്തിൽ റിക്രൂട്ട് ചെയ്യാൻ പറ്റുമോ ഈ ചുമതലയിൽ? ആ ചോദ്യത്തിനാണ് ഉത്തരം പറയേണ്ടത്. ശമ്പളം കൊടുത്തിട്ട് പറയുക ഞങ്ങൾക്ക് 500 കോടി നഷ്ടമുണ്ട്, നഷ്ടം നികത്താൻ. അതിനല്ലേ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ പറഞ്ഞത് നിങ്ങൾ ശമ്പളം കൊടുക്ക്, ശമ്പളം കൊടുത്ത് കടബാധ്യതയുണ്ടെങ്കിൽ കടബാധ്യത പരിഹരിക്കാൻ വേണ്ടി കേന്ദ്രത്തിനെ കൊണ്ട് ഒരു അണാ പൈസ ഇല്ലാതെ ഞങ്ങൾ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് ആഴ്ച എത്രയായി? എന്താ തീരുമാനമെടുക്കാത്തത്? എന്താ കാരണം? ആശാ വർക്കേഴ്സിൻ്റെ മക്കള് അങ്ങനെ കട്ടൻ ചായ കുടിച്ചാലും മതി, അവർ പാലൊഴിച്ച ചായ കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അവർ റോഡിൽ കിടന്നാലും കുഴപ്പമില്ല, അവർ തലമുടി മുറിച്ചാലും കുഴപ്പമില്ല, മുട്ടിലഴഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള അഹന്തയാണ്. അതാ മാറ്റിവെക്കേണ്ടത്.